നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരാൻ കുറഞ്ഞ സമയത്തുള്ളൂ അല്ലേ? അതെ, ഞങ്ങൾ ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നാട്ടിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കാരണം കുറേ നാളായി നമ്മൾ പോണേലെ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഇവിടെ കൃഷിയിടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം, അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ വന്നതാണ് ഞങ്ങൾ. പിന്നെ നമ്മൾ നാട്ടിൽ പോകാനൊക്കെ ആയല്ലോ, അപ്പോൾ അതിനിടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലും പിള്ളേരൊക്കെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു എന്താണ് ചിക്കൻ പാർട്സ് കറി. നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണ തലേന്നൊക്കെ പാർട്സ് കറിയും അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവാറുള്ളത് വീടുകളിലൊക്കെ. അപ്പോൾ അതുപോലെ അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്നതൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ചിക്കൻ പാർട്സ് കറിയും, നല്ല അടിപൊളി നാവിൽ രുചി കയറുന്ന പാർട്സ് കറിയും, പിന്നെ അടിപൊളി ബ്രെഡും. അതെ, ബ്രെഡും പാർട്സ് കറിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? പോവാം. ദേ ഈ ഒരേ യൂണിഫോമിൽ നിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, ഇവരിവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കുടുംബശ്രീ പോലെ ആഴ്ചയിൽ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു അങ്ങനത്തെ ഒരു കുടുംബശ്രീ സിസ്റ്റം പോലത്തേത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിമാർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം കുറച്ച് 2-3 ആഴ്ചയായി. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ഇല കാണാതെ നിന്നിരുന്ന ഈ മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നു. കുറേ മരത്തിൻ്റെയൊക്കെ മോൾ ഭാഗമൊക്കെ വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മരത്തിൻ്റെ മോൾ ഭാഗം വെട്ടി, ഇവിടെ കണ്ട മരങ്ങൾ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഇവർക്ക് കൃഷി ചെയ്യാനായിരിക്കും. അപ്പോൾ കാനൽ മാറ്റായിരിക്കും, അതായത് തണൽ മാറ്റിയിട്ട് കൃഷിക്ക് അനുയോജ്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മരത്തിൻ്റെയൊക്കെ മുകൾ ഭാഗം വെട്ടിക്കളയണേ. കുറേ ചുള്ളിക്കമ്പൊക്കെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നന്നായി, എന്താ വെച്ചാൽ നമുക്ക് കുക്കിങ്ങിന് വിറകായല്ലോ. അപ്പോൾ അരുണേട്ടനും അജയൊക്കെ നമ്മുടെ കിണറിൻ്റെ ഇത് നോക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ഡ്രൈൻ്റെ പീക്ക് സീസണാണ്, പീക്ക് ടൈമാണ് ഇപ്പം. അപ്പോൾ വെള്ളം കുറച്ചുള്ളൂ അല്ലേ അരുണേട്ടാ കിണറ്റിൽ? കാരണം എന്താ പറയുക, നമ്മൾ ഈ കിണർ കുടിച്ച സമയത്ത് സൈഡ് ഇടിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇടിഞ്ഞ ഒരു ചെറിയൊരു കുഴിയിൽ വെച്ചാണ് പൊക്കിയെടുക്കുന്നത്. ഒരു മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇത് ഈ ഒരു ലെവൽ വരെ വരും. പക്ഷെ താഴേക്ക് കുഞ്ഞിതാണ്. താഴെ കാണിച്ചിട്ട് വെള്ളം എവിടെയുള്ളതെന്ന് കണ്ടോ? ഇങ്ങനെ എവിടെയാണ് വെള്ളമുള്ളത്? വെള്ളം ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് വെള്ളമില്ല. അതാണ്. പിന്നെ ഇപ്പോൾ അടുത്ത മാസം മഴ ഏറ്റവും കഠിന വേനലാണ് സമയം. ഈ സമയത്ത് എല്ലായിടത്തും വെള്ളം വറ്റുന്ന ഒരു സമയമാണ്. അപ്പം വറ്റുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു നുള്ളു വെള്ളം ഉണ്ട്. അപ്പം നേരെ നമുക്ക് നമ്മുടെ കിച്ചൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പോകാം അല്ലേ? പേരൂപയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ജൂലിയറ്റ് മാമ അവിടെ നിൽക്കുന്നു, ബുടിബാഞ്ചി തിരുബീനു. അപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിപ്പ് വടേൻ്റെ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കിച്ചണായിട്ടായിരുന്നു ഇവർ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരിത് വീടായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന വീട് പൊളിച്ചിപ്പോൾ അരവയസ്സിൽ നിൽക്കില്ല, ആ വീട് പൊളിച്ചു. അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ടോ. അതാണ് അവർ കിച്ചൺ മാറ്റിയിട്ട് വീടാക്കിയത്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു വീട് വന്നു. ഇവിടെ കുറേ വിറകൊക്കെ കൊത്തി കീറിയിട്ടുണ്ട്. ഇത് വിൽക്കാനുള്ള വിറകാണ് കേട്ടോ, പൈസയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വിറകാണ്. ഇത് ഇവരിപ്പം ഉണ്ടാക്കിയൊരു വീടാണ് കേട്ടോ, ഇവരുടെ ഒരു മകന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇതാണ് കിച്ചൺ. ഇവിടെയാണ് നമ്മൾ ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ തുടങ്ങണം. അപ്പോൾ ഇവരിവിടെ അടുപ്പത്ത് രാജമ പയറുണ്ടല്ലോ, അത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി കിച്ചണാണ്. റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള കിച്ചണാണ്. അതുപോലെ മണ്ണൊക്കെ തേച്ച് അതിൽ എന്താ പറയുക, ഈ കരിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറുത്ത ഒരു സംഭവങ്ങളൊക്കെ അടിച്ചിട്ട് പെയിൻറ്റ് പോലെ ആക്കിയിട്ട് ഉള്ള നല്ല അടിപൊളി കിച്ചണാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഈ കിച്ചണൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇവർ അടുപ്പത്ത് നിന്ന് രാജമക്കറി തിളച്ചുകൊണ്ടിരിക്കും. ഒരുപാട് നേരം വേണ്ടത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആയിട്ടുള്ള രാജമയാണ്. അപ്പോൾ ഇതാണ് അടുപ്പ്. ഇനിയിപ്പോൾ വൈകിക്കാതെ നമുക്ക് നമ്മുടെ കുക്കിംഗ് വീഡിയോ തുടങ്ങാം കേട്ടോ. അപ്പോൾ അരുണേട്ടൻ എന്തേ സാധനങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. അതെ, ചടപടി ഇറങ്ങാണ്ട് പണി തുടങ്ങാം. അപ്പോൾ ഇവരുടെ പന്നി ഫാം പന്നി കൂട് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു സൈഡിലുള്ള കുഞ്ഞ് തന്നെയാണുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ പന്നി തോന്നുന്നില്ലേ? എത്ര ഉണ്ട്? 2 ഉള്ളൂ. ഇതൊരു വലിയ പന്നി. അയ്യോ, വലിയ പന്നിയാണല്ലോ. ഇവിടെ വേറൊരു പന്നി. ഇതൊക്കെ ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ, പന്നി, വിറക്, കോഴി, ആട്. ഇവർ ടേബിളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്, നമുക്കൊന്ന് ഉള്ളി അരിയാനും എല്ലാം ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ട്.
അപ്പോൾ അടുപ്പിൽ നല്ല തീ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിനി തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനും അരുണേട്ടനും വിചാരിച്ചു രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് ഉള്ളിയൊക്കെ തൊലി പൊളിച്ച് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്ത് ശരിയാക്കാം. അപ്പോൾ എലൂബ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എലൂബയ്ക്ക് കുറച്ചൊക്കെ കുക്കിംഗ് പഠിക്കണം അങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ളൊരു കൂട്ടത്തിലാട്ടോ. കുറച്ചൊരു മോർ ആക്റ്റീവാണ് എലൂബ എന്ന് പറയുന്നത്. അപ്പോൾ എലൂബ അവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഉള്ളിയൊക്കെ തൊലി പൊളിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഉള്ളി പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരുണേട്ടൻ എലൂബിനോട് പറയുമായിരുന്നു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ പാർട്സ് കവറിന്ന് അഴിച്ചിട്ട് അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ. അതായത് നമ്മൾ ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എലൂബ അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. ഉള്ളിയൊക്കെ പടപടാന്ന് പൊളിക്കാം. ഉള്ളി പൊളിച്ചിട്ട് നമുക്ക് അപ്പോൾ അവിടെ ചേച്ചിമാർ നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രോസൺ ആണോ? ഫ്രോസൺ ചിക്കൻ പാർട്സാണ് ഇവിടെ കിട്ടുക. അതാ വാങ്ങിക്കൊണ്ടു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണേ. അതുകൊണ്ടോ ഇവരെല്ലാവരും ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അരിഞ്ഞിട്ടും കൂടി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോഴത്തേക്കിനും അവരത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഐസൊക്കെ കളയട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാർട്സ് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തക്കാളിയൊക്കെ കഴുകി അരിയാം. തക്കാളി അരിയാം. നമുക്ക് നമ്മുടെ പാർട്സ് നന്നായിട്ട് കഴുകിയെടുക്കാം. പാർട്സ് നമ്മൾ കട്ട് ചെയ്തൊന്നും കാണിച്ചില്ല. കുറച്ച് പെട്ടെന്നാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ആയില്ലേ ഇവരെയൊക്കെ കണ്ടിട്ട്. നമ്മളെപ്പോഴും ഈ നമ്മുടെ കിണറിൻ്റെയും നഴ്സറിൻ്റെയൊക്കെ അപ്ഡേഷൻ ആയിരുന്നല്ലോ കാണിച്ചുകൊണ്ടിരുന്നത്. അരുണേട്ടന് ജോലി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഞായറാഴ്ചകളിൽ ജോലി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പോണേലേ വില്ലേജിൽ വന്നു. അടുപ്പത്ത് നല്ല തീയൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ചേച്ചിമാരോരോ പണിയിലാണ്. കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അരുണേട്ടനൊക്കെ ഇത് കഴുകുന്നു. അപ്പം എല്ലാവരും ബിസിയാണ്. നല്ല അടിപൊളി ഒരു കറിയും ബ്രെഡും നമുക്ക് ഉണ്ടാക്കാം. അടുപ്പിൽ നല്ല കനലും തീയൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് പാത്രം വെക്കണം. ചിക്കൻ പാർട്സ് ഇതൊക്കെ കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇത്തിരി നമ്മൾ ഇടുള്ളൂ കേട്ടോ. എണ്ണ, ഉള്ളി അരിഞ്ഞത്, തക്കാളി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തുടങ്ങാൻ പോകല്ലേ ചേട്ടാ? അടിപൊളി ഒരു ചിക്കൻ പാർട്സ് കറി. അപ്പൊ എലൂബി ആയിരിക്കും കേട്ടോ എന്നെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എലൂബിയാണ് പഠിക്കാൻ സുമിയൊക്കെ അവിടെ ചട്ടി ചൂടാൻ വേണ്ടി നിൽക്കാം കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ അടിപൊളിയായിട്ട് എല്ലാവരും പായൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. റെഡിയാണ് പിള്ളേരെല്ലാം. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ ആയി നമ്മൾ വന്നിട്ടേ. ഇപ്പൊ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പിൽ നല്ല അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കുകയാണ്. പാത്രത്തിന് ഒരു ഇളക്കുണ്ടല്ലോ. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ആദ്യം വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ചധികം ഉണ്ട് കേട്ടോ. നമ്മള് കുറച്ചായി വന്നിട്ട്. അപ്പൊ അതുമല്ല ഇനിയിപ്പോൾ എപ്പോഴെപ്പോഴേക്ക് വരുന്നത് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നഴ്സറിൻ്റെയും അതേപോലെ കിണറിൻ്റെ ഒക്കെ പണിയുള്ളത് കൊണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. നമ്മൾ ഉള്ളി വഴറ്റാൻ പോവാണ്. ഉള്ളിയൊക്കെ അരിഞ്ഞത് എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നടക്കി കൊടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. പാത്രം ഇളകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ സുമിക്ക് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ എലൂബിയാണുള്ളത്. എലൂബിയുണ്ട്. നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങിന് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. നമ്മളത് ഇടുന്നില്ല കേട്ടോ. അതും പിന്നെ എല്ലാത്തിനും കൂടി എരിവ് വരണ്ട വിചാരിച്ചിട്ടാണ്.
ഇവിടുത്തെ കുട്ടികൾ അധികം എരിവ് കഴിച്ച് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ മഞ്ഞൾപ്പൊടി ഇതേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി. ഇതെല്ലാം ഇടുന്നില്ല, കുറച്ചിട്ട് ഇടുള്ളൂ കേട്ടോ. അപ്പൊ മുളക് പൊടി നമ്മൾ ഇത്ര ഇടുന്നുള്ളൂ. ഒരു ഇതും കൂടെ എരിവില്ലാത്ത കേട്ടോ. അത് കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇടുകയാണ്. പൊടിയാണ്ട് ഇപ്പൊ നമ്മള് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മള് ചിക്കൻ പാർട്സ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി വെന്ത് വരണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇളക്കൽ നിർത്താം. മതി കേട്ടോ. നന്നായിട്ട് വെന്ത് ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ തീ കത്തിച്ചു കൊടുക്കാം. തീയിന്റെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വിറക് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം. നല്ല വിറകുണ്ട് കേട്ടോ, ഇവിടെ ഉണങ്ങിയ വിറകുണ്ട്. പാർട്സ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എരിവില്ലട്ടോ, എരിവ് കുറവായിരിക്കും. കാരണം നമ്മൾ എരിവിട്ടില്ല. എരിവിട്ട കുട്ടിയെ കഴിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളൂ. ഇടലേ ഇടലേ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ അത് ഇട്ടില്ല. ടേസ്റ്റ് തുടങ്ങുന്നുണ്ട്. ഉപ്പ് കുറവാ. മുളകിന്റെ ഒരു കുറവില്ലായ്മയുണ്ട്. ഇഞ്ചി കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട്. നന്നായിട്ട് കുറുകി വരുമ്പോ നല്ല ബ്രൗൺ കളറിൽ വരും കേട്ടത്. ശരിക്കും പാട്സുകറി ഉണ്ടാക്കുമ്പോ മല്ലിപ്പൊടിയാണ് അതിന്റെ ആ ഒരു മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇവരെ കിച്ചണൊക്കെ അടിപൊളിയാക്കി കേട്ടോ. ഇതിന്റെ റൂഫ് വേണ്ടോണേ. ഒരു മരത്തിന്റെ കഷ്ണം വെച്ച് അതിലേക്ക് എല്ലാം അടിച്ചേക്കാണ് ആണി വെച്ച്. വിൻഡോ ഒക്കെ ഉണ്ട്. ഇതിന്റെ നോക്കി നമ്മളെ പിള്ളേരൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പാർട്സ് കറി അടിപൊളി. നമ്മളിത് ഇറക്കി വെക്കാൻ പോവാണ്. ചൂടാറിയിട്ട് വേണം കൊടുക്കാന്. കുട്ടികളെ ബുക്ക് എടുത്തിട്ട് അമ്മമാര് പഠിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മള് ചൂടാറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇളക്കലോട് നല്ല കാറ്റുണ്ട്. ചൂടാറും നല്ല തിക്കായി കിട്ടിട്ടോ.
സിപ്പൂണി സിപ്പൂണി അറിയാം. അപ്പൊ ഞാൻ പറയാം സിപ്പൂണി അല്ല സ്പൂണാണ്. സിപ്പൂണി സപ്പൂണി അല്ല നമ്മുടെ പിള്ളേരെ കൈ കഴുകുക കേട്ടോ. എല്ലാരും കൈ കഴുകിയിരിക്കട്ടെ. അപ്പൊ നമ്മള് ഇവിടെ എന്താ പറയാ, നമ്മൾ ഈ ചിക്കന്റെ പാർട്സ് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ വാശിയിലും പരിപാടിയൊക്കെ കൊണ്ട് ഭയങ്കര ഈച്ച വന്നിരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ചൂടാറി തുടങ്ങി. അപ്പൊ സുമി ഇതിങ്ങനെ ഇളക്കി ഇളക്കി ചൂടാറ്റിയാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് വാതിൽ ഒഴിക്കണ്ടേ, അതുകൊണ്ടാണ് ചൂടാറാൻ നോക്കുന്നത്. കുട്ടികളെല്ലാരും കൈ കഴുകി കഴിഞ്ഞു. നമുക്ക് ഇനി ബ്രെഡൊക്കെ വെച്ചിട്ട് നല്ല ബ്രെഡും നല്ല പാർട്സ് കറി കേട്ടോ. മാങ്ങ സീസൺ ആയതുകൊണ്ട് ഈച്ച ഉണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പാർട്സ് ഒക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം തന്നെ ചൂട് പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാരും സഹായിക്കുന്നുണ്ട് കൊണ്ടു കൊടുക്കാന്. പിന്നെ ഇവരുടെ ഇതേപോലത്തെ പാത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ചോദിക്കും പ്ലാസ്റ്റിക് പാത്രത്തിൽ എന്താ കൊടുക്കണത്. ഇങ്ങനത്തെ പാത്രങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്റ്റീൽ പാത്രങ്ങളൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല കേട്ടോ, കുറവാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊണ്ടു കൊടുക്കാം. ബ്രെഡും പാർട്സ് കറിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും കൂടെ നമുക്ക് കൊടുക്കാം. Ele vai, Chaki já viu? Chakuja cha bwino. Chokoma. Kodani mukwana muri bodu. Bodu. Bo? Unaenda. മുറിച്ചു കൊടുക്കാൻ. Mai, Chaki já viu? Chabwino. Já viu? Chabwino. Como? Chakuja cha bwino. Chakuja cha bwino. Bwino cha bwino. Chakuja bwino. Chokoma. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്ന മജാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സബോള സവോള ഇല്ല, എരിവില്ല ഇന്ന്. ആ
മറ്റുണ്ടാക്കി കൊടുക്കുമ്പോ എരിവില്ല അറിയുന്നത്. ആ നമ്മുടെ ഫുഡിൽ എരിവില്ലാത്ത ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്താണ് എരിവില്ലാതെ നമ്മൾ കൊടുക്കുന്നത്? അങ്ങോട്ട് എല്ലാരും കഴിച്ചു. ഇത്രയും നാൾക്ക് ശേഷമാണ് ഞങ്ങള് നമ്മുടെ മലാവി ഡയറിയിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തത്. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് തന്നെ ആവണം എന്നായിരുന്നു കേട്ടോ ഞങ്ങളെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങള് ഈ ചിക്കന്റെ പാർട്സ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് ബ്രെഡും ചിക്കൻ പാർട്സും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആക്കാന്ന് വിചാരിച്ചത്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.